എല്ലാവരെയും പുതിയൊരു വാർത്തയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഹമാസും ഇസ്രായേലും തമ്മിൽ നടന്ന യുദ്ധത്തിൽ ഒന്നും അറിയാത്തവനെ പോലെ ട്രംപ് ഓടി വന്ന് ഈ യുദ്ധം നിർത്തുമ്പോൾ ഈ നാടകം ലോകത്താരും മനസ്സിലാക്കില്ല എന്ന ധാരണയാണ് ട്രംപിനും നെതന്യാഹുവിനുമൊക്കെ ഉള്ളത്. അവർ ഇങ്ങനെ ചിന്തിക്കുന്നത് അവരുടെ ചിന്താശേഷിയുടെ തകരാറ് കൊണ്ടാണ്. ഇത് കാണുന്നവരാരും പൊട്ടന്മാരല്ല എന്ന് ചിന്തിക്കണം. ഗാസയിൽ ഇതേ ട്രംപ് തന്നെയാണ് വാരിക്കോരി ആയുധങ്ങൾ കൊടുത്ത് നെതന്യാഹുവിനെ കൊണ്ട് ഹമാസുമായി യുദ്ധം ചെയ്യിപ്പിച്ചിരുന്നത് എന്ന് എല്ലാവർക്കും അറിയാം. അവസാനം രക്ഷയില്ല എന്ന് കണ്ട് ട്രംപ് തന്നെ ഗ്രൗണ്ടിലേക്ക് നേരിട്ടിറങ്ങി വരികയും ചെയ്തു. തന്നെയുമല്ല, ഇളിഭേദം മറയ്ക്കാൻ വേണ്ടി വെറും 4 മണിക്കൂർ മാത്രം മിഡിൽ ഈസ്റ്റിൽ നിന്നിട്ട് പത്രക്കാരുടെ ചോദ്യങ്ങളിൽ നിന്നും രക്ഷപ്പെട്ട് അയാൾ അതിവേഗം അമേരിക്കയിലേക്ക് മടങ്ങിപ്പോവുകയും ചെയ്തു. എന്നാൽ ഇവരുടെ ഈ പരാജയത്തിന്റെ ഒത്തുതീർപ്പ് നാടകം സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നവർ ലോകത്ത് ഒരുപാടുണ്ട്. അതിൽ പ്രധാനം ഇറാന്റെ നേതൃത്വം തന്നെയാണ്. ട്രംപിന്റെയും നെതന്യാഹുവിന്റെയും ഒക്കെ ഈ പരാജയ നാടകം അവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. അതിന്റെ റിയാക്ഷനും അവരിൽ നിന്നും ഇപ്പോൾ വന്നിരിക്കുകയാണ്. നിങ്ങൾ അറിയേണ്ടത്, ട്രംപ് ഗാസ വിട്ട് ഒരാഴ്ചയ്ക്കുള്ളിൽ, അതായത് വെള്ളിയാഴ്ച, ഇറാൻ നിർണായകമായ ഒരു പ്രഖ്യാപനമാണ് നടത്തിയത്. 10 വർഷം പഴക്കമുള്ള ആണവ നിരോധന കരാർ ഇറാൻ ഔദ്യോഗികമായി അവസാനിപ്പിച്ചിരിക്കുന്നു എന്ന പ്രഖ്യാപനമാണത്. ഈ പ്രഖ്യാപനത്തിന് വളരെ പ്രാധാന്യമുണ്ട് എന്ന് മനസ്സിലാക്കണം. 2015 ജോയിന്റ് കോംപ്രിഹെൻസീവ് പ്ലാൻ ഓഫ് ആക്ഷൻ അല്ലെങ്കിൽ JCPOA എന്നറിയപ്പെടുന്ന കരാർ ആണവ പദ്ധതിയിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ളതാണ്. ഇത് ഒപ്പുവെച്ച് കഴിഞ്ഞാൽ പിന്നെ ആണവ സാമഗ്രികൾ സംഘടിപ്പിക്കുന്നത് ഇവരുടെ പെർമിഷനോടെ ആയിരിക്കണം എന്നുള്ളതാണ്. ഇതിന്റെ പേരിലാണ് ഇത്രയും നാളും അമേരിക്ക ഇറാനെ വെല്ലുവിളിച്ചതും അവരെ തല്ലാനൊരുങ്ങിയതുമൊക്കെ. ഈ കരാറിൽ ഉൾപ്പെട്ടത് കൊണ്ടാണ് ഇറാൻ ആണവായുധമുണ്ടാക്കി കരാർ ലംഘിക്കുന്നു എന്ന് അമേരിക്കയും UN രാജ്യങ്ങളുമൊക്കെ കുറ്റപ്പെടുത്തുമ്പോൾ അവർക്ക് തലകുനിച്ച് നിൽക്കേണ്ടി വന്നതും. ആ ഉടുപ്പാണ് ഇറാൻ കഴിഞ്ഞ ദിവസം വലിച്ചു കീറിയിട്ടുള്ളത്. ഈ ആണവ നിരോധന കരാർ എന്നൊക്കെ പറയുന്നത് അമേരിക്കൻ ഉഡായിപ്പിന്റെ ഒരു തകിലാണ് എന്നാണ് പറയേണ്ടത്. അത് ഇറാന് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്. അമേരിക്കയ്ക്കും അവരുടെ സൗഹൃദ രാഷ്ട്രങ്ങൾക്കും എത്ര വേണമെങ്കിലും ആണവായുധങ്ങൾ ഉണ്ടാക്കാം. ഇന്ത്യക്കും പാകിസ്ഥാനും ഉണ്ടാക്കാം. ഇസ്രായേലിന് ഈ കരാർ ഒന്നും രജിസ്റ്റർ ചെയ്യാതെ അത് ഉണ്ടാക്കാൻ കഴിയും. അതുപയോഗിച്ച് ആരെയും ഭീഷണിപ്പെടുത്താം. എന്നാൽ അറബികൾക്ക് മാത്രം പറ്റില്ല. അതാണ് ഈ കരാറിന്റെ ഒരു പ്രത്യേകത. ഇറാൻ, ചൈന, ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി, റഷ്യ, US എന്നീ രാജ്യങ്ങൾ 2015 വിയന്നയിൽ വെച്ച് ഒപ്പുവെച്ച ഒരു കരാറാണിത്. 90 മുതൽ ഇറാന്റെ മേൽ തുടരുന്ന നയതന്ത്ര പ്രതിസന്ധികളും ഉപരോധങ്ങളും അവസാനിപ്പിക്കുമെന്നും ഇറാനും പടിഞ്ഞാറും തമ്മിലുള്ള ഒരു പുതിയ ബന്ധത്തിന് തുടക്കം കുറിക്കുമെന്നൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഇറാൻ ഈ കരാറിൽ ഒപ്പുവെക്കാൻ 2015 സമ്മതിച്ചത് തന്നെ. എന്നാൽ ഇതൊരു ആപ്പായിരുന്നു. ഈ കരാറിൽ ഒപ്പുവെച്ചിരിക്കുന്നത് കൊണ്ട് ഇറാൻ ആണവായുധം ഉണ്ടാക്കരുത്, അഥവാ ഉണ്ടാക്കിയാൽ എല്ലാവർക്കും കൂടി ഇറാനെ അടിച്ചു നിരപ്പാക്കാം എന്ന അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും കുടില ബുദ്ധിയാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് എന്ന് പറയേണ്ടതുണ്ട്. ഈ കുരുക്കിൽ ഇറാൻ വീണു എന്ന് മനസ്സിലായപ്പോൾ കൂടുതൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്തി അതിനെ ഒന്നുകൂടി മുറുക്കിയാണ് ഇറാനെ കാലങ്ങളായിട്ട് കഷ്ടപ്പെടുത്തിക്കൊണ്ടിരുന്നത്. എന്നാൽ ഈ ഉപരോധത്തിന്റെ കടുങ്കെട്ട് മുറുകി പെട്ടു എന്ന് മനസ്സിലായതോടെ ഈ കരാറിന് സഹകരിച്ച റഷ്യയും ചൈനയുമായിട്ട് കൂടുതൽ ചങ്ങാത്തം കൂടാനാണ് ഇറാൻ പിന്നീട് ശ്രമിച്ചത്. ചൈനയ്ക്ക് എണ്ണ വില കുറച്ചു കൊടുത്ത് അവരെ സന്തോഷിപ്പിക്കുകയും അതുവഴി കൊറിയയുമായിട്ടും ഒരു ചങ്ങാത്തം കൂടാനും അവർക്ക് സാധിച്ചു. കൂടാതെ റഷ്യയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അവർക്ക് വലിയ വലിയ കോൺട്രാക്റ്റുകളാണ് നൽകിയത്. 8 ആണവ റിയാക്ടറുകൾ നിർമ്മിക്കാനുള്ള ഓർഡറാണ് ഇറാൻ റഷ്യക്ക് നൽകിയത്. ഈ ഓർഡർ കൊടുത്തോടെ റഷ്യയും അവരുടെ വലയിലായി. പിന്നെ സൈനിക പിന്തുണ, ആയുധ കൈമാറ്റം, അങ്ങനെ ഒരുപാട് കരാറുകൾ വേറെയും ഉണ്ടാക്കി റഷ്യയുമായിട്ട് അവർ വളരെ ഗാഢമായ ഒരു ബന്ധം സ്ഥാപിക്കാനുണ്ടായത്. ഇതൊക്കെ ഇറാന് വലിയ നേട്ടമാണ് ഉണ്ടാക്കിയത്. എന്നാൽ ഇന്ത്യയെ സംബന്ധിച്ച് എണ്ണവില കുറച്ചു കൊടുക്കുന്നു എന്നറിഞ്ഞുകൊണ്ട് ഇന്ത്യ ഇറാനിൽ നിന്നും ഇരുട്ടത്താണ് എണ്ണ വാങ്ങിയത്. തന്നെയുമല്ല, അമേരിക്കയെ പേടിച്ച് ഇറാനുമായി കാര്യമായ സൗഹൃദമൊന്നും പുറത്ത് കാണിച്ചുമില്ല. അതാണ് ഇക്കാലം അത്രയും ഇറാന്റെ ആരും ഇന്ത്യയിൽ വരാത്തത് എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങനെ ഇറാൻ ഇന്ത്യയുമായി ഒരു ഇരുട്ട് ബന്ധവും സ്ഥാപിച്ചിട്ടുണ്ട്. ഇതിൽ ഇറാന്റെ ബുദ്ധി പ്രവർത്തിച്ചത് എണ്ണ വിറ്റ് കിട്ടിയ കാശ് കൊണ്ട് അവർ റഷ്യയുടെയും കൊറിയയുടെയും ചൈനയുടെയും ഒക്കെ ആയുധങ്ങളല്ല, അവരുടെ സാങ്കേതിക വിദ്യകളാണ് വാങ്ങിയത് എന്നുള്ളതാണ്. ഈ വാങ്ങിയ സാധനങ്ങളുടെ മുഴുവൻ പണിക്കുറ്റവും തീർത്ത് അത് പുതുക്കിപ്പണത് ഇസ്രായേലിന്റെ കളസം കീറുന്നതായി കഴിഞ്ഞ ജൂണിൽ ലോകത്തെ അവർ കാണിച്ചു കൊടുക്കുകയും ചെയ്തു. അതോടെ ഇറാന്റെ ശക്തിയെക്കുറിച്ച് ലോകത്തൊരു മതിപ്പൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇറാനുമായിട്ട് മുട്ടിക്കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് അത്ര പെട്ടെന്നൊന്നും അവിടെ നിന്ന് ഊരിപ്പോകാൻ കഴിയില്ല എന്നൊരു ചർച്ച തന്നെയാണ് ലോകത്തുണ്ടായത്. ജൂണിൽ നടന്ന യുദ്ധത്തിൽ ഇറാനുമായിട്ട് മുട്ടിയാൽ നിക്കർ കീറുമെന്ന് മനസ്സിലാക്കിയ ട്രംപ് അവിടെയും പെട്ടെന്ന് ചാടിയിറങ്ങി ഒരു കരാർ ഉണ്ടാക്കിക്കൊണ്ട് ഇസ്രായേലുമായിട്ടുള്ള യുദ്ധം അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. എല്ലാം ഇവന്മാരുടെ നാടകമാണ് എന്ന് നമ്മൾ അറിയണം.
രക്ഷയില്ലാതെ വരുമ്പോൾ അവിടെയെല്ലാം പോയി കോംപ്രമൈസ് ഉണ്ടാക്കുകയാണ് ട്രംപിന്റെ ജോലി. എന്നിട്ട് അയാൾ നോബൽ സമ്മാനത്തിന് നടക്കുകയാണ്. അവർ തന്നെ തുടങ്ങി വെക്കുക, അവർ തന്നെ അവസാനിപ്പിക്കുക, എന്നിട്ട് നോബൽ സമ്മാനം വേണമെന്നാണ് ട്രംപ് പറയുന്നത്. ഇത് വെള്ളരിക്കപ്പെട്ടത് പോലും നടക്കില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ അമേരിക്കയ്ക്ക് കഴിയും. അമേരിക്കയ്ക്കും ഇസ്രയേലിനും ലോകത്ത് എന്ത് വൃത്തികേടും കാണിക്കാം. അതെല്ലാവരും അംഗീകരിച്ചു കൊടുക്കണം. അങ്ങനെ അംഗീകരിക്കാൻ കുറേ ഷണ്ടന്മാരിന്ന് ലോകത്തുണ്ടതാനും അമേരിക്കയ്ക്ക് കീജെ വിളിക്കുകയും അമേരിക്ക ചെയ്യുന്നതെല്ലാം നല്ലതാണ് എന്ന് വീമ്പിളക്കുകയും ചെയ്യുന്ന കുറേ ആൾക്കാർ ഇന്ന് ലോകത്തെല്ലായിടത്തുമുണ്ട്, രാജ്യങ്ങളുമുണ്ട്, ജനങ്ങളുമുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇറാന്റെ ആയുധശക്തിയുടെ 20% പോലും അവർ ഇസ്രയേലിന് മുന്നിൽ കാണിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ശരിക്കും ഇറാന്റെ ടാർഗറ്റ് അമേരിക്കയും യൂറോപ്പുമാണ് എന്നുള്ളതാണ് മറ്റൊരു സത്യം. അതാണ് നെതന്യാഹുയുടെ ട്രംപിനെ പേടിപ്പിച്ചത് എന്ന് ഓർക്കണം. ഇറാന്റെ കൈവശമുള്ള 8000 കിലോമീറ്റർ റേഞ്ചുള്ള മിസൈലിന്റെ പരിധി അവർ 12000 ആക്കി മാറ്റാൻ ശ്രമിക്കുന്നത് വൈറ്റ് ഹൗസിനെ ലക്ഷ്യമിട്ടാണ് എന്നാണ് നെതന്യാഹു ഈയിടെ പരസ്യമായി പറഞ്ഞത്. ഇത് ഇറാനിലുള്ള മൊസാദിന്റെ ചാര സംഘടനയുടെ റിപ്പോർട്ട് അനുസരിച്ചാണ് നെതന്യാഹു ഇങ്ങനെ വിളിച്ചു പറഞ്ഞത്. അത് ശരിയായിരിക്കാം. കാരണം ടെഹ്റാൻ വാഷിംഗ്ടൺ മിസൈൽ ദൂരപരിധി 9700-നും 10700-നും ഇടയിലാണ്. ഇത്രയും ദൂരമുണ്ടാക്കിയ ഒരു മിസൈൽ നാശനഷ്ടം ഉണ്ടാക്കണമെങ്കിൽ ഒരു 15000 കിലോമീറ്റർ എങ്കിലും അതിന് റേഞ്ച് ഉണ്ടാവണം. എങ്കിലേ നല്ല ഫോഴ്സിൽ അവിടെ അടിക്കാൻ കഴിയുള്ളൂ. അമേരിക്ക ലോകത്തെല്ലായിടത്തും ചെന്ന് അടിക്കുമ്പോൾ അമേരിക്കയിലും കുറച്ച് മിസൈൽ എത്തിയാൽ അതൊരു രസകരമായ കാഴ്ചയായിരിക്കും. അതുകൊണ്ടാണ് ഇറാൻ ഇതിനു വേണ്ടി ശ്രമിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. ഇപ്പോൾ ഇറാന്റെ കൈവശം അവരുടെ ആയുധങ്ങളെല്ലാം വളരെ സെറ്റായിട്ടുണ്ടാവും. ഇനി അവരുടെ ആണവായുധം കൂടി ലോകത്ത് പ്രദർശിപ്പിച്ചാൽ ഇറാൻ തീർത്തും സേഫ് ആവുകയാണ് ചെയ്യുക. അതിനുള്ള ശ്രമമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വേണ്ടി വന്നാൽ അമേരിക്കയിലേക്ക് വരെ ഞങ്ങൾ ന്യൂക്ലിയർ ബോംബ് പറപ്പിക്കുമെന്ന് ഇറാൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. ആ പറച്ചിലൊന്നും തീരെ വെറുതെയല്ല എന്നുള്ളതാണ് വാസ്തവം. എന്നാൽ ഒരു ആണവ പരീക്ഷണം നടത്തി തങ്ങളുടെ കൈവശം ആണവായുധമുണ്ട് എന്ന് ഇറാൻ കാണിച്ചു കൊടുത്താൽ ഈ അമേരിക്കയും യൂറോപ്പുമൊക്കെ ഇറാന്റെ കാലിൽ വീഴും എന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ്. ഗാസ യുദ്ധത്തിൽ തളർന്നുപോയ അമേരിക്ക ഇസ്രയേൽ ഗുണ്ട സംഘത്തിന് ഏറ്റവും നല്ല മാനസികാഘാതം ഏൽപ്പിക്കാൻ പറ്റിയ സമയം ഇതാണ് എന്ന് മനസ്സിലാക്കിയാണ് ആണവ കരാറിൽ നിന്നും ഞങ്ങൾ പിന്മാറിയിരിക്കുന്നു എന്ന് ഇറാൻ ഔദ്യോഗികമായി പ്രഖ്യാപിക്കാൻ കാരണം. ഇതിൽ അമേരിക്കയെ മാത്രമല്ല അവർ ടാർഗറ്റ് ചെയ്യുന്നത്. ഇറാന് മേൽ യൂറോപ്പ് ഏർപ്പെടുത്തിയിരുന്ന സ്നാപ്പ് ബാക്ക് ഉപരോധത്തിന്റെ കാലാവധി അടുത്തിടെ കഴിഞ്ഞിരുന്നു. അത് അവർ വീണ്ടും പുതുക്കാനുള്ള നീക്കത്തിൽ ഇറാൻ ഒരുപാട് അവരുമായി ചർച്ചകൾ ചെയ്തതാണ്. അത് പുതുക്കരുത്, നിങ്ങൾ ഞങ്ങളുമായി സഹകരിക്കണമെന്നൊക്കെ. പക്ഷെ അതൊന്നും കേൾക്കാതെ ഇവന്മാർ വീണ്ടും ആ സ്നാപ്പ് ബാക്ക് ഉപരോധങ്ങൾ ഇറാന് മേൽ അടിച്ചേൽപ്പിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെയുള്ള യൂറോപ്പിനും കൂടി ഉള്ളതാണ് ഈ ഒരു വാണിംഗ്. ഞങ്ങൾ എല്ലാ ആണവ കരാറിൽ നിന്നും പിൻവാങ്ങിയിരിക്കുന്നു, ഞങ്ങളിനി ഞങ്ങൾ ഔര്യം പോലെ ആണവായുധം ഉണ്ടാക്കും എന്നുള്ള ഒരു താക്കീത്. യൂറോപ്പ് ഈ സ്നാപ്പ് ബാക്ക് ഉപരോധം നീട്ടിയത് മനഃപൂർവ്വമാണെന്ന് ഇറാന് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവരെല്ലാം ധിക്കരിച്ചുകൊണ്ട് ഇവരുമായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഈ ആണവ നിരോധന കരാറിൽ തങ്ങൾക്ക് നിൽക്കാൻ താല്പര്യമില്ല എന്ന് ഇറാൻ അറിയിച്ചിരിക്കുന്നത്. ഈ ഒരു പ്രഖ്യാപനം നിസ്സാരമല്ല എന്ന് പറയുന്നത് ഇത് ഇറാന്റെ ശക്തിയെ തന്നെ ലോകത്തിന്റെ മുന്നിൽ ഉയർത്തിക്കാട്ടാനുള്ള അവരുടെ തന്ത്രമാണ്. ധൈര്യമുള്ളവൻ വാടാ, ഒന്ന് മുട്ടി നോക്ക്, ഞങ്ങൾ കാണിച്ചു വരാം എന്ന് ചങ്കുറപ്പില്ലാതെ ഇറാൻ ഒരിക്കലും ഇത്തരം ഒരു കരാറിൽ നിന്നും ഏകപക്ഷീയമായി പിന്മാറാൻ കഴിയില്ല എന്ന് ഓർക്കണം. ഇനി അഥവാ ശക്തിയില്ലാത്തൊരു രാജ്യമാണ് ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തുന്നതെങ്കിൽ ഈ പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെ അമേരിക്ക അവരെ വെല്ലുവിളിച്ചു തുടങ്ങിയാനെ. തൊട്ടടുത്ത ദിവസം അവരെ അടിക്കാനും ആവും അമേരിക്ക ശ്രമിക്കുക. പകരം അമേരിക്ക ഇറാനോട് പറഞ്ഞത് നമുക്ക് ചർച്ച ചെയ്യാമെന്നാണ്. എന്നാൽ അമേരിക്കയുമായി യാതൊരുവിധ ചർച്ചയ്ക്കും ഞങ്ങൾ തയ്യാറല്ല എന്ന ഇറാന്റെ പഴയ നിലപാട് തന്നെയാണ് ഇപ്പോഴും അവർ തുടരുന്നത്. അവർക്ക് അമേരിക്കയുമായി ചർച്ചയും വേണ്ട, അമേരിക്കയായിട്ടുള്ള ഇടപാടും താല്പര്യമില്ല. അത് പലതവണ ഇറാൻ പറഞ്ഞിട്ടുമുണ്ട്. എന്നാൽ ഈ കരാറിൽ നിന്നും ഇറാൻ ഇപ്പോൾ പിന്മാറിയതിലൂടെ അവർക്ക് നിയന്ത്രണമില്ലാതെ ആണവായുധം ഉണ്ടാക്കാനുള്ള ഒരു തന്ത്രമാണ് എന്ന് വിശ്വസിക്കേണ്ടതുണ്ട്. മിക്കവാറും ഇറാൻ ഏതാണ്ട് 3-ൽ കുറയാത്ത ന്യൂക്ലിയർ പരീക്ഷണം ഉടൻ നടത്തും എന്ന് ഇറാന്റെ ന്യൂക്ലിയർ സ്രോതസ്സുകളെ ഉദ്ധരിച്ചുകൊണ്ട് രഹസ്യമായ ചില റിപ്പോർട്ടുകളുമുണ്ട്. കരാറുണ്ടെങ്കിലല്ലേ ഉള്ളൂ അവർക്ക് ഈ ആണവ പരീക്ഷണം നടത്തുന്നതിന് തടസ്സമുള്ളൂ. എന്നാൽ ഈ കരാറിൽ നിന്നും പുറത്തിറങ്ങിയിട്ട് ഇത് പൊട്ടിച്ച് കാണിച്ചു കഴിഞ്ഞാൽ ഈ ഒച്ചയും ബഹളമൊക്കെ ഒരാഴ്ച മാത്രമേ ഉണ്ടാവൂ. അത് കഴിഞ്ഞ് എല്ലാവരും പോയി കിടന്ന് ഉറങ്ങിക്കോളും. അത് ഇറാന് നന്നായിട്ട് അറിയാം. അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇറാൻ പൂർത്തിയാക്കിയിട്ടുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കേണ്ടതുണ്ട്. മറ്റൊരു വാർത്തയുമായി നമുക്ക് വീണ്ടും കാണാവുന്നതാണ്.